അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുമ്പേ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു 3D പ്രോബ്ലം, 3D വെക്റ്റർ സ്പേസുമായി വെക്റ്റർ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഷോ ദാറ്റ് ദ വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ പ്ലസ് ഇസഡ് കെ ഈസ് കൺസർവേറ്റീവ് ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, കൺസർവേറ്റീവ് ആണെന്നും നോക്കണം. ഓക്കെ, സോ ഇതിൻ്റെ കമ്പോണൻസ് എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് കമ്പോണന്റ് വൈ ആണ്, ജി എന്ന് പറയുന്ന സെക്കൻഡ് കമ്പോണന്റ് എക്സ് ആണ്, എച്ച് എന്ന് പറയുന്ന തേർഡ് കമ്പോണന്റ് ഇസഡ് ആണ്. ഓക്കെ, അത് പ്രത്യേകിച്ച് എഫ് ഓഫ് എക്സ് വൈ ഇസഡ്, ജി ഓഫ് എക്സ് വൈ ഇസഡ്, എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് എഴുതുന്നില്ല. അത് ഡയറക്ട്ലി നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. സോ കൺസർവേറ്റീവ് ആകണമെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? 0. സോ ഡെൽ ക്രോസ് എഫ് എടുക്കുന്നു. സോ ഡെൽ ക്രോസ് എഫ് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്, ഇവിടെ വൈ എക്സ് ഇസഡ്. ഓക്കെ, സോ ദിസ് ബിക്കംസ് ഐ ടൈംസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് മൈനസ് ജെ ടൈംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ പ്ലസ് k times dou by dou x of x minus dou by dou y of y. ഓക്കെ, ഡയറക്റ്റ്ലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് ഫോളോ ചെയ്യുന്നതാണ്. നൗ ഡോ ഇസഡ് ബൈ ഡോ വൈ 0 ആണ്, കാരണം വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ ഇസഡ് കോൺസ്റ്റന്റ് ആണ് 0. ഡോ എക്സ് ബൈ ഡോ ഇസഡും 0 തന്നെയാണ്. അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ എക്സും 0 ആണ്, ഡോ വൈ ബൈ ഡോ ഇസഡും 0 ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ഒരു വേരിയബിൾ എടുക്കുമ്പോൾ അതല്ലാത്ത വേരിയബിൾസ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. നൗ ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആണ്, ഡോ വൈ ബൈ ഡോ വൈയും 1 ആണ്. സോ ദ ആൻസർ ബിക്കംസ് ഐ ടൈംസ് 0 മൈനസ് 0 മൈനസ് ജെ ടൈംസ് 0 മൈനസ് 0 plus k times 1 minus 1, which is actually 0. Okay, so del cross f 0 ആയതുകൊണ്ട് f എന്താണ്? കൺസർവേറ്റീവ് ആണെന്ന് മനസ്സിലായി. സോ ക്ലിയർലി del cross f is equal to 0 implies f is conservative. ഓക്കെ, ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള അടുത്ത ചോദ്യമാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. സോ നെക്സ്റ്റ് ഈസ് ഫൈൻഡിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. സോ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതണം? ഡെൽ ഫൈ എന്ന് എഴുതണം. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ വൈ ഐ പ്ലസ് എക്സ് ജെ പ്ലസ് ഇസഡ് കെ എന്നുള്ളതാണ്. സോ വൈ ഐ പ്ലസ് എക്സ് ജെ പ്ലസ് ഇസഡ് കെ എന്ന് പറയുന്നത് ഡെൽ ഫൈ എന്ന് വെച്ചാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ, നെക്സ്റ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ എന്ന രൂപത്തിലാണ്. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ എക്സ് വൈ എന്ന് കിട്ടും, ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് വെച്ചാൽ എക്സ് എന്ന് കിട്ടും, ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ന് വെച്ചാൽ ഇസഡ് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കൃത്യമായിട്ട് 3 വാല്യൂ കിട്ടി, 3 ഇക്വേഷനും കിട്ടി. ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2, നൗ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക, കാരണം അത് ഡോ ഫൈ ബൈ ഡോ എക്സിന്റെ ടേംസിലാണ്. സെക്കൻഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. തേർഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഇന്റഗ്രേറ്റ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 3 വേരിയബിൾ ആണ് നമ്മുടെ ഫംഗ്ഷൻസ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് എഴുതുമ്പോൾ അത് വൈയുടെയും ഇസഡിന്റെയും ടേംസിലുള്ള ഒരു കോൺസ്റ്റന്റ് ആക്കി വേണം എഴുതാൻ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സും ഇസഡും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റന്റ് എടുക്കുമ്പോൾ എക്സും ഇസഡും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് വേണം എഴുതാൻ. വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ എടുക്കുമ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടുത്തെ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആക്കി വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, സോ ഇന്റഗ്രേറ്റിംഗ് നമ്മൾ 1, 2, 3 വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ, ഇസഡ് റെസ്പെക്റ്റീവ്ലി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഡോ ഫൈ ബൈ ഡോ എക്സിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ്
എക്സ് വൈ ഇസഡ് എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ്. ഓക്കെ, ഇനി അവിടെ വൈയെ വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈയുടെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ വൈ എക്സ് എന്ന് വരും. പ്ലസ് ഞാൻ എടുക്കുകയാണ് 5 ഓഫ് എന്ത് വൈ ഇസഡ് എന്ന് എടുക്കും. കാരണം അങ്ങനെ എടുത്തതിന്റെ കാരണം ഇവിടെ കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റിന്റെ അകത്ത് വൈയും ഇസഡും കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ വൈയിലും ഇസഡിലും ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കും. സോ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ വിത്ത് റെസ്പെക്ട് വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് തന്നെ കിട്ടും. നൗ ഇതിനെ നമുക്ക് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് തന്നെ കിട്ടും. പ്ലസ് ഇവിടെ ഞാൻ ഫൈ 2 ഓഫ് ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എക്സും ഇസഡും ആണ് നമ്മുടെ കോൺസ്റ്റൻസ്. സോ ആ രൂപത്തിൽ കിട്ടും. ഇനി മൂന്നാമത്തെ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വിത്ത് റെസ്പെക്ട് ഇസഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഡോ ഫൈ ബൈ ഡോ ഇസഡിനെ. സോ ഡോ ഫൈ ബൈ ഡോ ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് കിട്ടും. ഇനി ഇസഡിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ഇനി ഫൈ 3 ഓഫ് അവിടെ എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഫൈ 3 ഓഫ് എക്സ് വൈ എന്ന് കിടക്കും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ സി. അപ്പൊ നമുക്ക് ഈ 3 ഇക്വേഷന്റെ അകത്തുനിന്നും തൊട്ട് മുമ്പത്തെ ഇക്വേഷൻസിന്റെ അകത്തും നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫൈ 1 ഓഫ് ഫൈ ഇസഡിന്റെ വാല്യൂവോ ഫൈ 2 ഓഫ് എക്സ് ഇസഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫൈ 3 ഓഫ് എക്സ് വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി. കാരണം അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഒന്നുകിൽ നിങ്ങൾ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇസഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ കോൺസ്റ്റൻസ് വൈയിലും ഇസഡിലുമാണ്. അപ്പോൾ ഇവിടെ ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടും. ഡോ ഫൈ ബൈ ഡോ വൈ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം ഇക്വേഷൻ നമ്പർ എ. സോ ഡിഫറൻഷിയേറ്റിംഗ് എ വിത്ത് റെസ്പെക്ട് ടു വൈ. അതെന്തുകൊണ്ട് വൈ എടുത്തു? ഇവിടുത്തെ കോൺസ്റ്റൻസ് വൈയിലും ഇസഡിലും ആയതുകൊണ്ട് ആദ്യം വൈയിൽ എടുക്കുക, പിന്നെ എന്തിൽ എടുക്കുക? ഇസഡിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ വൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 1, എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു 1 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ ഡോ ഫൈ 1 ബൈ ഡോ വൈ എന്ന് കിട്ടും. ഡോ ഫൈ 1 ബൈ ഡോ വൈ എന്ന് കിട്ടും. കാരണം അതിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനിയും ഓൾറെഡി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡോ ഫൈ ബൈ ഡോ വൈ അറിയാം. ഡോ ഫൈ ബൈ ഡോ വൈ എന്താണ്? എക്സ് ആണ്. സോ ഫ്രം ഇക്വേഷൻ നമ്പർ 2 എന്താണ്? ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ സബ് ഇൻ ഇതിനെ നമ്മൾ എ ഡാഷ് എന്ന് കൊടുക്കും. ഇക്വേഷൻ എ ഡാഷിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് എ പ്ലസ് ഡോ ഫൈ 1 ബൈ ഡോ വൈ എന്ന് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് എക്സും എക്സും ക്യാൻസൽ ആയി പോയിട്ട് ഡോ ഫൈ 1 ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0. സോ വിച്ച് മീൻസ് ഇപ്പൊ ഫൈ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിലും ഇസഡിലും ഉള്ള ഫംഗ്ഷൻ ആണ്. പക്ഷെ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിന്റെ ആൻസർ എന്ത് കിട്ടും? പറ 0 കിട്ടും. അതായത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വൈയെ ഡിപ്പെൻഡ് ചെയ്ത്. അത് വൈയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടത്തില്ലായിരുന്നു? 0 കിട്ടത്തില്ല. എന്തപ്പോ ഫൈയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, അത് വൈയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അത് എന്തിനെ മാത്രം ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഇസഡ്. ഫൈ 1 എന്ന് വെച്ചാൽ വൈനെയും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള ഡെറിവേറ്റീവ് എന്ത് കിട്ടി? 0 കിട്ടി. വിച്ച് മീൻസ് അത് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ വൈ. സോ ഫൈ 1 ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എന്ത്? വൈ. സോ ഇതെന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഇസഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. സോ ഫൈ 1 ഓഫ് വൈ ഇസഡിനെ നമുക്ക് ഞാൻ എച്ച് ഓഫ് ഇസഡ് എന്ന് എനിക്ക് പേര് കൊടുക്കാം. കാരണം അത് വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇസഡിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇക്വേഷൻ നമ്പർ നമ്മളിപ്പം ഫൈ 1 ഓഫ് വൈ ഇസഡിന്റെ വാല്യൂ കിട്ടിയത് എച്ച് ഓഫ് ഇസഡ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇക്വേഷൻ എ ബിക്കംസ് എന്ത് കിട്ടി? ഇക്വേഷൻ എ ബിക്കംസ് ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായിരുന്നു? വൈ എക്സ് പ്ലസ് എച്ച് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പൊ ഇത് ഇസഡിൽ മാത്രമായി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. സോ ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഏത് വേരിയബിൾ ആണ് അത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡോ ഫൈ ബൈ
ഡോ ഇസഡ് എന്ന് കിട്ടുന്നു. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എടുക്കുമ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഇൻറ്റു വൈ കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 0 കിട്ടും. സോ എച്ച് ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്താണ്? പദ എച്ച് ഡാഷ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. കാരണം ഇവിടെ എനിക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഫുൾ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. കാരണം എച്ച് ഇസഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് തൊട്ടുമ്പത്തെ ഡോ ഫൈ ബൈ ഡോ ഇസഡ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഫ്രം 3 ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ത് കിട്ടും? പറ, ഇസഡ് എന്ന് കിട്ടും. സോ ഇതിനെ നമ്മൾ എ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഇത് ഡോ ഫൈ ബൈ ഡോ ഇസഡിന്റെ വാല്യൂ ഇസഡ് ഇൻ എ ഡാഷ്. ഇത് എ ഡബിൾ ഡാഷിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. അപ്പം ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 പ്ലസ് എച്ച് ഡാഷ് ഇസഡ് എന്ന് കിട്ടും. സോ എച്ച് ഡാഷ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പറ, ഇസഡ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പറ, ഇസഡിന്റെ ഇന്റഗ്രൽ ഈസ് ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ്. അവിടെ എന്താണ് ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു റിയൽ നമ്പർ ആണ്. അപ്പൊ എച്ച് ഓഫ് ഇസഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ എച്ച് ഓഫ് ഇസഡിന്റെ വാല്യൂ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഇവിടെ എച്ച് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ ഇസഡ് സ്ക്വയർ ബൈ 2 ആണ്. സോ ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഈ ഫീൽഡ് കൺസർവേറ്റീവ് ആയത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഐഡിയ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതുക, ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക, മൂന്നിൻ്റെ അകത്തെയും ഇന്റഗ്രേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു വൺ വേരിയബിൾ, താഴെ ഏതിലാണോ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് ആ വേരിയബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന എക്സ്പ്രഷൻസ് എടുക്കുക. അപ്പൊ ആ വേരിയബിൾ അല്ലാത്ത ബാക്കി വേരിയബിൾസിലുള്ള കോൺസ്റ്റന്റ് ആക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ തുടങ്ങുക. ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറയുമ്പോൾ അത് റാൻഡമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ എക്സ്പ്രഷൻസ് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ കോൺസ്റ്റൻസ് ഏതൊക്കെയാണോ ഉള്ളത് ആ കോൺസ്റ്റൻസ് ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് തൊട്ടുമുമ്പത്തെ ഇക്വേഷന്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് എലിമിനേഷൻ ചെയ്യുക. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ആക്ച്വലി ഡു to find the potential function of a conservative field. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രോബ്ലംസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ് അതിന് ശേഷം ബാക്കി പ്രോബ്ലംസ് നമുക്ക് ഡിസ്കഷൻ സ്പേസിൽ ചെയ്യാം. താങ്ക് യു.